സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിയറക്കന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ ചാപ്റ്റർ 111 തൊട്ട് 120 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇവിടെ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു അമേരിക്കൻ ഹണ്ടേഴ്സുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം പുറത്തു വരുന്നിടത്താണ് ചാപ്റ്റർ 110 അവസാനിച്ചത്. അടുത്ത ചാപ്റ്റർ 111 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് കൊറിയൻ ഹണ്ടേഴ്സിന്റെ ഓഫീസിൽ ഗൺഹി ബിയോങ്ങിന്റെ മരണത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്ത് ഗൺഹിക്ക് ഒരു കോള് വന്ന് റോഡിന്റെ നടുക്കായിട്ട് ഒരു ബി റാങ്ക് ഗേറ്റ് ഓപ്പൺ ആയെന്നും അത് കണ്ടിട്ട് കുറച്ച് ഡേഞ്ചറസ് ആണ്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും അയക്കാമോ എന്ന് അയാളോട് ചോദിച്ചു. ആ റോഡ് ജിൻവുവിന്റെ ഓഫീസിന്റെ അടുത്തായത് കൊണ്ട് ഗൺഹി പെട്ടെന്ന് അവനെ വിളിച്ചു. ഈ സമയത്ത് അതേ ഏരിയയിലെ ബ്ലോക്കിൽ പെട്ട് കിടന്ന ജിൻവു എന്തുകൊണ്ടായിരിക്കും നോർമ നിലവിളിച്ചത്, എന്തായിരിക്കും അവർ തന്റെ ഉള്ളിൽ കണ്ടതെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഗൺഹി അവനെ വിളിച്ചിട്ട് ഈ ഗേറ്റ് റൈഡ് ചെയ്യാനുള്ള അനുമതി ജിൻവുവിന് കൊടുക്കുന്നത്. ശേഷം ജിൻവു ആ ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നെങ്കിലും അവിടെയുള്ള പുതിയ ഓഫീസർ അവനെ തടഞ്ഞു. എന്നാൽ ജിൻവു തന്റെ ഫോൺ ഓഫീസറിന് കൊടുത്തിട്ട് സംസാരിക്കാൻ പറയുകയും ഫോണിൽ ഗൺഹി ആ ഓഫീസറിനോട് അവനെ കടത്തിവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ അവൻ ഒറ്റയ്ക്ക് ആ ഗേറ്റിലേക്ക് കയറി. അതോടെ ആ ഗേറ്റ് പെട്ടെന്ന് റെഡ് ഗേറ്റായി മാറി ആ ഗേറ്റ് അടഞ്ഞു. ഈ സമയത്ത് ജിൻവു താനൊരു ഹണ്ടർ ആണെന്ന കാര്യം തന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു എന്നും അതിൽ അവർക്കൊരു പ്രശ്നവും ഇല്ല എന്നും കാണിക്കുന്നുണ്ട്. ശേഷം ഗേറ്റിന്റെ ഉള്ളിൽ മോൺസ്റ്റേഴ്സിനെ കണ്ട ജിൻവു തന്റെ ആർമിയെ പുറത്തെടുത്ത് അവരെ ആക്രമിക്കുന്നതും ഒരു ഹണ്ടർ വേട്ടയാടാൻ വേണ്ടിയാണ് ജനിക്കുന്നത്. ഹണ്ടറിന്റെ ശത്രു മോൺസ്റ്റേഴ്സ് മാത്രമല്ല, ഒരു ഹണ്ടർ വേട്ടയാടുന്നതിൽ മാത്രമല്ല സ്വയം വേട്ടയാടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും ഈ സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും തലകീഴായി മാറാം. 10 or 100 മോൺസ്റ്റേഴ്സിനെ വേട്ടയാടിയാലും ആ അദൃശ്യ ശക്തിയെ പോലെ ഞാനും വേട്ടയാടുന്നത് നിർത്താതെ തുടരുമെന്നും ജിൻവു ചിന്തിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ ജിൻവു ഒരു കൂട്ടം മോൺസ്റ്റേഴ്സിനെ കൊന്ന് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് കാണിക്കുന്നത് മറ്റൊരിടത്ത് ഒരു മോൺസ്റ്ററിന്റെ മുന്നിൽ ഒരു കൂട്ടം ഹണ്ടേഴ്സ് അകപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട മോൺസ്റ്റർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് പുള്ളിക്കാരന്റെ പേര് സിലാഡ് എന്നാണ്. ഇയാള് ഐസിന്റെ മൊണാർക്കാണ്. ഇയാളെ കാണാൻ അപ്പോൾ ആ ലോകത്തിലെ മൊണാർക്ക് ഓഫ് ദി ട്രാൻസ്ഫിഗറേഷൻ എന്നറിയപ്പെടുന്ന യോഗമുട്ടോടെ വന്നു. ഇവരുടെ ലോകത്ത് ഈസ്റ്റ്ലി ടെറിട്ടറി ഷാഡോ മൊണാർക്കിന്റേതാണ്. ആ ഷാഡോ മൊണാർക്കിന്റെ അഭാവത്തിൽ ഇവർ അയാളുടെ സ്ഥാനം കൈയേറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒപ്പം ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യന്റ് ലൈറ്റ് അവിടെ എത്തിയെന്നും അതിനെ എന്ത് ചെയ്യാനാണ് നിന്റെ തീരുമാനമെന്നും യോഗമുട്ട സിനാലിനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. ഈ ഈസ്റ്റ്ലി ടെറിട്ടറി എന്ന് പറയുന്നത് കൊറിയ ആണോന്ന് ചോദിച്ച ആ മനുഷ്യൻ യോഗമുട്ട് പോയതിനു ശേഷം സിലാഡുമായിട്ട് ഏറ്റുമുട്ടി. ഇയാളെ കാണാൻ നമ്മുടെ ജിൻവുവിന്റെ അച്ഛനെ പോലെ തന്നെ ഉള്ളത്. ഇവർ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടുന്ന സമയത്ത് ജിൻവു അവൻ കയറിയ ഗേറ്റിലെ ബോസിന്റെ അടുത്തെത്തി. ശേഷം തന്റെ ആർമിയെ പുറത്തെടുത്ത ജിൻവു അയാളുടെ ആർമിയെ കൊല്ലാൻ ഉത്തരവിടുകയും സ്വയം ആ ബോസിനെ കൊല്ലുകയും ചെയ്തു. ജിൻവു ഈ ബോസിനോട് നിങ്ങൾ എന്തിനാണ് മനുഷ്യരെ കൊല്ലുന്നെന്ന് ചോദിച്ചെങ്കിലും സിസ്റ്റത്തിന്റെ ഇടപെടൽ കാരണം അവൻ ഇപ്രാവശ്യവും ഉത്തരം കിട്ടിയില്ല. ജേജുവിൽ വെച്ച് 100ാമത്തെ ലെവലിൽ എത്തിയപ്പോൾ ജിൻവുവിന് ക്യാർത്തിയോൺ ടെമ്പിളിലേക്കുള്ള കീ കിട്ടിയിരുന്നു. അതായത് അവൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ സിസ്റ്റം അവനെ തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അവൻ കുറെയൊക്കെ മാറിയതുകൊണ്ട് ഒരു ദിവസം അവിടേക്ക് പോകാമെന്ന് അവൻ തീരുമാനിച്ചു. ഈ സമയത്ത് ഓഫീസിന്റെ ഉള്ളിൽ ജിൻവുവിനെതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകൾക്കെല്ലാം ജിൻഹോ നിരത്തി റിപ്ലൈ കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ജിൻവു അവിടേക്ക് വരുന്നത്. ഗിൽഡ് തുടങ്ങാൻ ഫണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് ജിൻഹോ പറഞ്ഞത് കേട്ട് ഗേറ്റിൽ നിന്നും കിട്ടിയ മെറ്റീരിയൽസ് എല്ലാം ജിൻഹോയ്ക്ക് കൊടുത്തു. ഇപ്പോൾ ഫണ്ട് സെറ്റായെങ്കിലും ഇനിയൊരു ഗിൽഡ് മെമ്പറിനെയും ഗിൽഡ് നെയിമിനെയും കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഗിൽഡ് നെയിം സോളോ പ്ലേ എന്നിടാന്ന് ജിൻവു പറഞ്ഞെങ്കിലും ആ പേര് ശരിയാവില്ല എന്ന് ജിൻഹോ പറഞ്ഞു. ഈ സമയത്താണ് ഇവരുടെ ഓഫീസിലേക്ക് മിസ്റ്റ വരുന്നത്. അവൾ ജിൻവുവിന്റെ ഗിൽഡിൽ ജോയിൻ ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയാണ് അവിടേക്ക് വന്നത്. പക്ഷെ അവൾ ഇപ്പോൾ ഒരു ഗിൽഡിന്റെ ഭാഗമാണ്. അവളെ ഇതുവരെ ആ ഗിൽഡിൽ നിന്നും പുറത്താക്കിയിട്ടുമില്ല. അത് മാത്രമല്ല ഇവന്റെ ഗിൽഡിൽ ചേരാൻ 100 കോൺട്രാക്ടിന്റെ പെനാൽറ്റി അടയ്ക്കാനും അവൾ തയ്യാറുമാണ്. ചെറിയ സാലറിയും പ്രശ്നമല്ല. തന്റെ ഗിൽഡിൽ ചേരാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ജിൻവു ചോദിച്ചപ്പോൾ അവൾ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അവൾ ജിൻവുവിനെ കണ്ടെത്തുകയും അവന്റെ കൂടെ സമയം ചിലവഴിക്കുകയും ചെയ്തതോടെ അവൾക്ക് അവനോടൊരു ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. ആ ഇഷ്ടത്തിന്റെ പുറത്താണ് അവൾ ജിൻവുവിന്റെ ഗിൽഡിൽ ചേരാൻ നോക്കുന്നത്. അവൻ ഈ ചോദ്യം വീണ്ടും ചോദിച്ചതോടെ മിസ്റ്റ അവൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണെന്ന് അവനോട് പറഞ്ഞു. യെസ് റാങ്കേഴ്സ് അനുഭവിക്കുന്ന സോഷ്യൽ പ്രഷറിനെ കുറിച്ച് അറിയാമായിരുന്ന ജിൻവു ഇത് കേട്ടതോടെ ഒരു എൻട്രി ടെസ്റ്റ് പാസ്സായാലേ അവളെ ഗിൽഡിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് ജിൻവു പറഞ്ഞു. ശേഷം ജിൻഹോയെ വെളിയിലേക്ക് പറഞ്ഞയച്ച ജിൻവു മിസ്റ്റയും കൊണ്ട് ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ജിമ്മിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അവിടെ എത്തിയ മിസ്റ്റ ജിമ്മിൽ നിന്നും ഒരു വെപ്പൺ എടുത്ത് ജിൻവുവിന്റെ ടെസ്റ്റിന് തയ്യാറായി. ടെസ്റ്റ് ഇതാണ്: മിസ്റ്റ ജിൻവുവിന്റെ സ്ട്രോങ്ങസ്റ്റ് സോൾജറിനെ തോൽപ്പിക്കണം. വെറുവിനെ പുറത്തെടുക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കുമെന്ന് കരുതിയ ജിൻവു ഇഗ്രസിനെ പുറത്തെടുത്ത് തന്റെ സോഡ് ഇഗ്രസിന് കൊടുത്ത ജിൻവു മിസ്റ്റ സറണ്ടർ ആവുന്നത് വരെ ഫൈറ്റ് ചെയ്യാൻ ഇഗ്രസിനോട് ആവശ്യപ്പെട്ടു. ശേഷം മിസ്റ്റ ഇഗ്രസുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ഇത് CCTVയിലൂടെ കണ്ട ഗൺഹി ജിമ്മിലേക്കുള്ള CCTV ക്യാമറ ഓഫ് ചെയ്തു. ഈ സമയത്ത് ഇഗ്രസിനെ തോൽപ്പിച്ച മിസ്റ്റ നിന്റെ ഏറ്റവും ശക്തനായ സോൾജറിനെ കൊണ്ടുവരാൻ ജിൻവുവിനോട് ആവശ്യപ്പെട്ടു. ബെറുവിനെ കുറിച്ച് അവൾക്ക് അറിയാമെന്ന് മനസ്സിലാക്കിയ ജിൻവു അവൾ ആവശ്യപ്പെട്ടതുപോലെ ബെറുവിനെ പുറത്തെടുത്തു. ജിൻവു ബെറുവിനോട് അവളെ തോൽപ്പിക്കാനും പക്ഷേ അവളെ
അവളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെ ബെറുവും മിസ്റ്റായും തമ്മിൽ ഏറ്റുമുട്ടി. ബെറുവിന് ജിൻവു ലിമിറ്റുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവളെ ഉപദ്രവിക്കാതെ തോൽപ്പിക്കാൻ ചെയ്യേണ്ടത് അവളുടെ ധൈര്യം ഇല്ലാതെയാക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി ശ്രമിച്ചു. എന്നാൽ അവൾ ഇതിൽ വിട്ടുകൊടുക്കാതെ ജിൻവുവിന് മേൽ മാരകമായി ആക്രമിച്ചു. ഇത് കാരണം ജിൻവുവിന്റെ കമാൻഡിൽ നിന്നും ക്വീന്റെ കമാൻഡിലേക്ക് തിരിച്ചുപോയ ബെറു മിസ്റ്റായെ കൊല്ലാൻ നോക്കിയതോടെ ജിൻവു ഇടപെട്ടവനെ തടഞ്ഞു. ബോധം തിരിച്ചു വന്നപ്പോൾ ജിൻവുവിനോട് ബെറു മാപ്പ് പറഞ്ഞതോടെ ജിൻവു നീ എന്ത് തെളിയിക്കാനാണ് നോക്കുന്നതെന്ന് മിസ്റ്റയോട് ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യവും മിസ്റ്റ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നത് കണ്ട ജിൻവു നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് അവളോട് ചുമ്മാ ചോദിച്ചു. അത് കേട്ടപാടെ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നുള്ള മറുപടിയും പറഞ്ഞു. ഈ സമയത്ത് അമേരിക്കൻ ഹണ്ടേഴ്സ് ബ്യൂറോയിൽ തിരിച്ചെത്തിയ മൈക്കിളും നോർമും ജിൻവു ഒരു കിങ് ആണെന്നും അവൻ ഒരു ലിമിറ്റും ഇല്ല എന്ന് ഡയറക്ടർ ഡേവിഡിനെ അറിയിച്ചു. ഈ അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മറ്റൊരു ലോകത്തു നിന്നുമാണ് ശക്തി കിട്ടുന്നത്. ആ ശക്തി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് പോലെയുള്ളത്. അങ്ങനെ നല്ല പവർഫുൾ ആയ ആളുകളെയാണ് ഈ കിങ് എന്ന് വിളിക്കുന്നത്. ജിൻവുവിന്റെ ഉള്ളിൽ അവൾ കണ്ടത് ഇരുട്ട് മാത്രമാണ്. ആ ഇരുട്ടിൽ ഒരു മുഖം അവളെ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ടിട്ടാണ് അവൾ ഭയന്നത്. ജിൻവുവിന്റെ കേസിൽ അവനൊരു ലിമിറ്റും ഇല്ല. അവന് ബാക്കിയുള്ളവരെ പോലെ മറ്റൊരു ലോകത്തു നിന്നുമല്ല ശക്തി കിട്ടുന്നത്. അവൻ തന്നെയാണ് ആ ശക്തിയുടെ ഉറവിടം എന്ന് പറഞ്ഞ ഡേവിഡ് നോർമിനെ കൊണ്ട് ജിൻവുവിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി മൈക്കിളിനെയും വിളിച്ചുകൊണ്ട് B24ലേക്ക് പോയി. ഈ സമയത്ത് ഇവർ US-ലെ ആദ്യ എസ് റാങ്ക് ഗേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. US-ലെ ബെസ്റ്റ് എസ് റാങ്കേഴ്സിന്റെ ടീമാണ് അതിൽ റൈഡ് ചെയ്യാൻ പോയതെങ്കിലും അതിൽ തിരിച്ചു വന്നത് വെറും 5 പേരാണ്. അതിൽ ഇവർ ഏറ്റുമുട്ടിയ കാമിഷ് എന്ന ഫ്ലെയിം ഡ്രാഗന്റെ അസ്ഥിയും റൂയിൻ സ്റ്റോണും സൂക്ഷിക്കുന്ന ഇടമാണ് B24. അതിന് പറ്റിയ യൂസറിനെ കിട്ടാത്തത് കൊണ്ട് ഇത്രയും കാലം അടച്ചുവെച്ച ഇതിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഡേവിഡ് ഇപ്പോൾ ആലോചിക്കുകയാണ്. ഈ സമയത്ത് ജിൻവു തന്റെ വീട്ടിൽ മിസ്റ്റായിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ മാത്രം തനിക്ക് ലുക്ക് ഉണ്ടോ എന്ന് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഒരു കാണാൻ കൊള്ളാമെന്നുള്ള പെങ്കൊച്ച് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എല്ലാ പയ്യന്മാരും കടന്നു പോകുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ജിൻവു ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശേഷം തന്റെ ലുക്കിനെ കുറിച്ച് ജിൻവു തന്റെ അനിയത്തിയുമായിട്ട് സംസാരിക്കുന്നതും അതുപോലെ ഗിൽഡിന് ഹാജിൻ എന്ന് പേരിടാൻ അവൾ പറയുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ ജിൻവു തന്റെ ലുക്കിനെ കുറിച്ച് ആലോചിച്ച് കൺസേൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ അറിയാതെ അവനോട് ഇഷ്ടം തുറന്നു പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ആരോ അവളെ വിളിക്കുന്നത് പോലെ തോന്നി. ശേഷം അവൾക്ക് ചുറ്റും ഇരുട്ടുകൊണ്ട് നിറയുകയും ബയോങ് അവളുടെ മുന്നിൽ വന്ന് ജിൻവുവിനോട് അവന്റെ ശക്തി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് നൈറ്റ് ഗിൽഡ് ഒരു ഗേറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ജിൻവുവിനെ ടീമിലേക്ക് ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. ഈ സമയത്ത് ഓഫീസിൽ ഗിൽഡിന് ഹാജിൻ എന്ന് പേരിടാൻ തീരുമാനിച്ച ജിൻവുവും ജിൻഹോയും മിസ് ചായ്ക്ക് പകരം ഹണ്ടേഴ്സ് ലൈസൻസ് ഉള്ള വിശ്വസിക്കാൻ പറ്റുന്ന എന്നാൽ ഗിൽഡ് ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളെ കണ്ടെത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഈ സമയത്താണ് നൈറ്റ് ഗിൽഡിലെ പാർക്ക് ചോങ്ങും സംഘവും അവിടെ എത്തുന്നത്. ശേഷം ബുസാനിൽ നടക്കുന്ന റൈഡിൽ ഹാജിനും നൈറ്റും കൊളാബായിട്ട് റൈഡ് നടത്താമെന്നും പ്രോഫിറ്റ് 50-50 ആയിട്ട് ഷെയർ ചെയ്യാമെന്നും തീരുമാനിച്ചു. ഇതിനിടയിൽ പുതിയ ഫോൺ വാങ്ങിയ കാര്യം ജിൻവുവിനെ അറിയിക്കാൻ അവന്റെ അമ്മ ഫോൺ വിളിച്ചപ്പോൾ അവിടെ നിന്നും പോയ ജിൻവു പിറ്റേ ദിവസം ബുസാനിലെ റൈഡിനെത്തി. ഈ സമയത്ത് ഒരു ഹൈസ്കൂളിന്റെ ഒഴിഞ്ഞ റൂമിൽ ഒരു ഗേറ്റ് ഓപ്പൺ ആവുകയും അതിൽ നിന്നും വന്ന ഗ്രീൻ ഓർക്കുകൾ കുട്ടികളെ ആക്രമിക്കുകയും ചെയ്തു. ശേഷം ആ സ്കൂൾ ഒരു കാസ്റ്റിലാണെന്ന് തെറ്റിദ്ധരിച്ച ഓർക്കുകൾ അതിന്റെ ഉള്ളിലേക്ക് പോയി തന്റെ മുന്നിൽ കണ്ട എല്ലാ കുട്ടികളെയും കൊല്ലാൻ ആരംഭിച്ചു. ഈ സമയത്ത് ബുസാനിൽ ജിൻവുവിന് ചുറ്റും അവന്റെ ഫാൻസ് ആയ ഹണ്ടേഴ്സ് വളഞ്ഞപ്പോൾ ജിയോങ് എന്ന ഹീലർ വന്ന് ഇവരെല്ലാം പറഞ്ഞയച്ചു. ശേഷം അവരുടെ ഒപ്പം ജിൻവു ഗേറ്റിലേക്ക് കയറിയപ്പോൾ ഹണ്ടേഴ്സ് അസോസിയേഷന്റെ കാൾ സെന്ററിൽ ഹൈസ്കൂളിൽ മോൺസ്റ്റേഴ്സ് വന്നിരിക്കുന്ന വാർത്ത ഒരു കുട്ടിയിൽ നിന്നും അറിഞ്ഞു. അതൊരു ഓർക്കാണെന്നറിഞ്ഞ കാൾ സെന്റർ എംപ്ലോയി ആ കുട്ടിയോട് ഒളിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അപ്പോഴേക്കും ഒരു ഓർക്ക് ആ കുട്ടിയെ കൊന്നിരുന്നു. ഈ സമയത്ത് ഭൂരിഭാഗം കുട്ടികളും സ്കൂളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും കുറച്ചുപേർ ഇപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ട്. അവിടെ അകപ്പെട്ടവരിൽ നമ്മുടെ ജിൻവുവിന്റെ അനീതിയും ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ഓർക്കുകൾ ഇവരെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് വന്നപ്പോൾ ജിൻഹായിൽ ഒരു മാജിക് പവർ കണ്ട അവർ അവളെ ടാർഗറ്റ് ചെയ്തു. അതോടെ ജിൻവു ജിൻഹായിൽ ഒളിപ്പിച്ച ഓർക്കുകൾ പുറത്തു വന്ന് അവളെ രക്ഷിച്ചു. ശേഷം ആ 3 ഷാഡോ ഓർക്കുകളും ജിൻഹായെ സംരക്ഷിച്ച് ഓർക്കുകളെ കീഴ്പ്പെടുത്തി. ഈ സമയത്ത് ഗേറ്റിന്റെ ഉള്ളിൽ റൈഡ് ടീം അൺഡെഡ് മോൺസ്റ്റേഴ്സിനെ നേരിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ജിൻവു ജിൻഹ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അറിയുന്നത്. ശേഷം തനിക്ക് പകരം ബെറുവിനോട് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ജിൻവു അവിടെ നിന്നും കൈസലിന്റെ പുറത്ത് കയറി സ്കൂളിലേക്ക് പോയി. ഈ സമയത്ത് ആ അൺഡെഡ് മോൺസ്റ്റേഴ്സ് അവനെ ആക്രമിക്കാതെ അവന് വഴിയൊഴുക്കുന്നത് കണ്ട ജിൻവു ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാതെ നേരെ സ്കൂളിലേക്ക് പോയി. ഈ സമയത്ത് ഹൈ ഓർക്കുകൾ മനുഷ്യരെ സംരക്ഷിക്കുന്നു എന്ന് കേട്ട ഓർക്കുകളുടെ ലീഡർ ഗൊറുക്കുടാരു സ്വയം അവിടേക്ക് പോകാൻ തയ്യാറായി. അതേസമയം ഗേറ്റിന്റെ ഉള്ളിൽ റൈഡ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പാർക്ക് ആലോചിച്ചുവെങ്കിലും അവിടുത്തെ ഐറ്റംസ് വില കൂടിയതായതുകൊണ്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ സമയത്ത് ഗൊറുക്കുടാരുവും അവന്റെ സംഘവും ഷാഡോ ഓർക്കുകളുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അവർ അവരുടെ മുഴുവൻ ശക്തിയും എടുത്ത് ജിൻഹായെ സംരക്ഷിച്ചു. എന്നാൽ ഗൊറുക്കുടാരുവിന് കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യരെ കൊല്ലാനുള്ള കമാൻഡ് കൂടിയപ്പോൾ അവൻ ഷാഡോ ഓർക്കുകളെ മറികടന്ന് ജിൻഹായെ പിടികൂടി. എന്നാൽ അപ്പോഴേക്കും മറ്റൊരു ഭയാനകമായ ശക്തി അവന്റെ അടുത്തേക്ക് വരുന്നത് മനസ്സിലാക്കി അവൻ ജിൻഹായെ വിട്ടു. അതോടെ ബിൽഡിംഗ് പൊട്ടിച്ചകത്ത് വന്ന ജിൻവു ജിൻഹായെ സമാധാനിപ്പിച്ച് ഇഗ്നുസിനോട് ജിൻഹായെ സംരക്ഷിക്കാനും ബാക്കി സോൾജേഴ്സിനോട് കുട്ടികളെ സുരക്ഷിതമായിട്ട് പുറത്തെത്തിക്കാനും പറഞ്ഞ് അവൻ ഗൊറുക്കുടാരുവിന്റെ അടുത്തേക്ക് നടന്നു. പേടിച്ചു വിറച്ച ഗൊറുക്കുടാരു തന്റെ ആളുകളെ എല്ലാം അവന് നേരെ അയച്ചെങ്കിലും അവരെയെല്ലാം ഒരു ദയയും കാണിക്കാതെ ജിൻവു അടിച്ചു കൊന്നു.
വന്നു. ശേഷം കുറൂക്ക് ടാരുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ജിൻവു തന്റെ ചുറ്റും കിടക്കുന്ന കുട്ടികളുടെ ശവം കണ്ട് ഇത്രയും മൃഗീയമായിട്ട് മനുഷ്യരെ കൊല്ലാൻ പറഞ്ഞ വോയിസ് എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാൻ പറയാത്തത് എന്നാണോട് ചോദിച്ചു. എന്നാൽ അതിന്റെ ഉത്തരം അറിയാത്ത കുറൂക്ക് ടാരു തന്റെ ജീവന് വേണ്ടി ജിൻവുവിനോട് യാചിച്ചു. അപ്പോൾ ജിൻവു, നിനക്ക് ഞാൻ മാപ്പ് തരാം, പക്ഷെ ഞാൻ നിന്നോട് ക്ഷമിക്കുന്ന രീതി വേദനയില്ലാത്തതായിരിക്കില്ല എന്ന് പറഞ്ഞ് ജിൻവു അവനെ കൊന്നു കളഞ്ഞു. ഈ സമയത്ത് ഗേറ്റിന്റെ ഉള്ളിൽ റൈഡ് ടീമിലുള്ളവർ ആർച്ച് ലിച്ച് എന്ന ബോസിന്റെ മുന്നിലെത്തി. അവരുടെ കൂട്ടത്തിൽ ബെറുവിനെ കണ്ട ആർച്ച് ലിച്ച് അത് ഷാഡോ മൊണാർക്കിന്റെ ആർമിയാണെന്ന് തിരിച്ചറിഞ്ഞു. ശേഷം ഷാഡോ മൊണാർക്കിന്റെ പേഴ്സണൽ ആർമി എന്തിനാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്നും എനിക്ക് മൊണാർക്കിനോട് നേരിട്ട് സംസാരിക്കണമെന്നും ആർച്ച് ലിച്ച് പറഞ്ഞെങ്കിലും അവനെ ബെറു കൊല്ലുന്നിടത്താണ് ചാപ്റ്റർ 120 അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 111 തൊട്ട് 120 കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 110 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല, സോളോ ലെവലിംഗിന്റെ മാന്മ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇതൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിലൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ മാന്മയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് മീ ഫാളൻ ലോക്കി സൈനിങ് ഔട്ട്.